ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നെന്താ രാവിലെ തന്നെ ആവുമല്ലേ? ഞാൻ ഇന്നലെ ഒരു സിനിമക്ക് പോയി. അപ്പൊ ഞാനൊരു റിവ്യൂ പറയട്ടെ. ഓണത്തിന്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ പുട്ടുകച്ചവടം നടക്കുമോ? അപ്പോ എല്ലാവിധ ദൈവങ്ങളെ അനുഗ്രഹിച്ച് തുടങ്ങല്ലേ. ദാശുന്തുകോക്ക് വര ദൈവങ്ങളെ അനുഗ്രഹിച്ചാലും ഞാനൊരു കുഞ്ഞു റിവ്യൂ പറഞ്ഞോട്ടെ. സിനിമ കണ്ടു. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി തിളക്കണ സാമ്പാർ. ഒറ്റ വാക്കിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. സിനിമ ഓവറോൾ പറയണമെന്നുണ്ടെങ്കിൽ സിനിമയിൽ ഒരു അരമണിക്കൂർ വിഷ്വൽസ് എന്താ പറയുക, എൻഗേജിങ് ആണ്. കാണാൻ രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ സിനിമ കാണാൻ പോയത്, ഞാനൊരു അല്ലു ഫാനാണ്. അതിലൊക്കെ ഉപരി ഫഹദ് ഫാസിലിന്റെ ഷോ കാണാൻ വേണ്ടിട്ടോ പോയത്. എനിക്കെന്തോ ഫഹദ് ഫാസിലിനെ അങ്ങോട്ട് യൂസ് ചെയ്തില്ല എന്ന് തോന്നിട്ടോ. മൊത്തത്തില് എവിടേക്കോ ഒരു ടിന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ച പോലെ തോന്നി. അപ്പൊ സിനിമ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിച്ചു നീട്ടി, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, കുറെ പൈസ മുടക്കിയത് കൊണ്ടാവണം വലിച്ചു നീട്ടിയത്. ഇതെല്ലാം കൂടെ ആൾക്കാരെ കാണിക്കണമല്ലോ, നല്ലല്ല മുതലാവുള്ളത് ആലോചിച്ചിട്ടാവണം കേട്ടോ ഗൈസ്. പിന്നെ കുറെ ഐറ്റം ഡാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ ഐറ്റം ഡാൻസ് ഇവർ യൂസ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസിന് ഐറ്റം ഡാൻസ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓഡിയൻസ് ഉണ്ടല്ലോ, അപ്പൊ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അങ്ങനത്തെ കുറച്ച് പ്രഹസനങ്ങളൊക്കെ അതിന് ഒഴിവാക്കിക്കണമെന്നുണ്ടെങ്കിൽ സിനിമ ആ ഒരു ഫീലിലിരുന്ന് കാണുന്ന ആൾക്കാർക്ക് ആ ഒരു ബോറിംഗ് ഇല്ലാതെ സിനിമ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെന്താ പറയാ, അതിന്റെ ആർട്ടും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. എന്റെ പണി അതാണല്ലോ, അതേപോലെ ആർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ആ സംഭവമൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആധികാരികമായിട്ട് സിനിമയിൽ പറയാനായിട്ട് അതിന്റെ ക്യാമറ, ഡയറക്ടർ, കഥ, പ്രൊഡ്യൂസർ അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. അല്ലു അർജുന്റെ മാസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതില് അല്ലു അർജുനെ കൊണ്ട് മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തൊക്കെയോ കാണിച്ചത് പോലെ എനിക്ക് തോന്നി. ഓവറോൾ പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റിന് ഉള്ള സിനിമ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ഐറ്റം ഡാൻസിന് വേണ്ടിയിട്ട് ഇവര് ചെലവാക്കിയ പൈസയും കൂടെ ഇവര് സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിന്ന് തോന്നുന്നു. അപ്പം ഒരു ഹെവി മാസ് സാധനമാക്കുമ്പോ അതിനൊരു ക്വാളിറ്റിയിൽ ഇവര് അതിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഇതെവിടേക്കും ഒരു കുന്നുംകുളം ഫീല് എനിക്ക് നല്ല രീതിക്ക് അടിച്ചു. പിന്നെ ആ ഒരു പഴയ സാധനം ഉണ്ടല്ലോ, പാറിയിട്ടുള്ള ആ സംഭവം ഓക്കെ. ഞാൻ എന്താ പറയാ, ഇതിനെ നമ്മൾ ഒരിക്കലും അങ്ങനെ കാണാൻ പാടില്ല. ഞാനും അത് എൻജോയ് ചെയ്ത് കാണുന്നത് തന്നെ. പക്ഷെ ഇത് ലോജിക്കിന് വരെ നാണക്കേടായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കുറെ സീനുകളൊക്കെ കണ്ടു. അതൊരു നാക്ക് കിട്ടിയില്ല എനിക്ക്. ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അത്ര നാക്കായി തോന്നില്ല. തിയേറ്ററിൽ ആ ഒരു ഹൈപ്പില്, മാസ് ഹൈപ്പില് ഞാൻ പോയിട്ട് കണ്ടിട്ട് എനിക്ക് ആ ഒരു സാധനം കിട്ടിയില്ല ഗൈസ്. ആക്ച്വലി സിനിമ കാണുന്നവർക്ക് പോയി കാണാം. എന്താ പറയാ, കണ്ടിരിക്കാനുള്ളത് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കണ്ടിരിക്കാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ചില സമയത്തുണ്ടല്ലോ, നമുക്ക് തന്നെ ഇരുന്നിട്ട് പണ്ടാര അടുത്തത് കാണാൻ പറ്റിനെങ്കിൽ എന്നുള്ള ഇതിങ്ങനെ ഒന്ന് തീർന്നിട്ട് വേണം അടുത്ത സീൻ കാണാൻ, അങ്ങനെയൊക്കെ തോന്നും. കുറെ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് എന്താ പറയാ, സാധനം ഒന്ന് ഭംഗിയാക്കിനെന്നുണ്ടെങ്കിൽ അടിപൊളിയായിന്. ഇന്നലെ രാത്രിയാണ് സിനിമ കാണാൻ പോയത്. ഇപ്പൊ വന്ന് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ നീച്ചിക്കാണ്ട് ഞാനിപ്പോ ഇത് ഷൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. നമ്മക്ക് അപ്പൊ തന്നെ വന്ന് കണ്ട് ഇത് ഷൂട്ട് ചെയ്ത് കളെടുത്ത് ഇടരുന്നുള്ള ആ ഒരു സംഭവം തിരിക്കില്ല. പിന്നെ 4 റീച്ച് കിട്ടുമല്ലോ. പുഷ്പ ഹാഷ്ടാഗിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ റീച്ച് കിട്ടിയാലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ കണ്ടന്റ് വൈകുന്നേരം വരും. അത് കുറച്ച് സംതിങ് സ്പെഷ്യലാണ് ഗായ്സ്. അത് കാണാൻ ശ്രമിക്കുക എന്തായാലും. ബൈ ബൈ ഗായ്സ്.